പെല്ലറ്റ് ഫീഡ് ഇട്ട് കൊടുത്ത് വളർത്തുന്ന നമ്മുടെ വരാലിനെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. 6 mm പെല്ലറ്റ് ഫീഡാണ് നമ്മളിപ്പോൾ വരാലിന് ഇവിടെ കൊടുക്കുന്നത്. ദിവസം ഒരു നേരം 1.5 കിലോൻ്റെ മേലെ അങ്ങനെ 3 നേരം വെച്ചിട്ട് കൊടുക്കുന്നല്ലേ. ഇപ്പോൾ ഈ തീറ്റയ്ക്ക് ഏകദേശം എത്ര വില ഉണ്ട് കിലോന്? 120 റുപ്യ കിലോന് വരുന്ന പെല്ലറ്റ് ഫീഡ് ഈ കാണുന്ന കുളത്തിലെ മീനുകൾക്ക് കൊടുക്കുന്നത് 3 നേരം വെച്ചിട്ടാണ്. വരാല് ഞങ്ങളുടെ അടുത്ത് വേറെ അവിടെ ഉണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുത്തിട്ട് ഇവിടുന്ന് സെയിലിനാണ് ഇത് ഈ കുളം കുഴിച്ചിരുന്നത്. ഇന്ന് നമ്മളൊരു മീൻകുളം നിർമ്മാണത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ കുഴിച്ചിട്ടുള്ള കുഴിയിൽ ഷീറ്റ് വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കുളത്തിൻ്റെ സൈസ് എത്ര ഉണ്ട്, അതുപോലെ തന്നെ എത്ര GSMൻ്റെതാണ് നമ്മുടെ ഇതിൽ വിരിക്കുന്ന ഈ പടുത എന്നുള്ളത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുള നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ ഷീറ്റ് വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നേരത്തെയാണ് ഈ കുഴി കുഴിച്ചതിന് ശേഷമാണ് പായ വാങ്ങിയത് അല്ലേ? പായ ഫുള്ള് അളവ് നോക്കിയതിന് ശേഷം അതിൻ്റെ അളവിന് വേണ്ടി അങ്ങനെ വാങ്ങിയതാണ്. ഏകദേശം എത്ര GSM ഉണ്ടത്? ഇത് 500 GSM ആണ്. 500 GSM ആണ് വാങ്ങിയിട്ടുള്ളത് അല്ലേ? ഇത്തരത്തിൽ പടുതാക്കുളം നിർമ്മിക്കുന്നവർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് കാര്യമാണ്, നമ്മൾ ആദ്യം പടുത വാങ്ങിയിട്ട് കുഴിയെടുക്കാമെന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അതിനേക്കാൾ നല്ലത് നമ്മൾ കുളം നിർമ്മിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ നീളം വീതി എത്ര ഉണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെ ഹൈറ്റ് എത്ര വരും, ഇത് ഓവറായിട്ട് നമ്മൾ പുറത്തേക്ക് മടക്കി വെക്കേണ്ട ഏരിയ എത്ര ഉണ്ട്, ഇങ്ങനെ മൊത്തം അളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം വേണം ഇത്തരത്തിൽ പടുത വാങ്ങാൻ. അങ്ങനെ ഇവർ നേരത്തെ കുഴി എടുത്തിട്ടാണ് പടുത വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ പടുത വിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ കുഴി എടുത്തപ്പോൾ തന്നെ ഈ കുഴി ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു ഷേപ്പ് ഇങ്ങനെയാണ്, സ്ലോപ്പായിട്ട് ഈ സൈഡിൽ നിന്ന് സ്ലോപ്പായിട്ട് വന്ന് പിന്നെ ഇങ്ങനെ വന്ന് പിന്നെ ഇവിടുന്ന് സ്ലോപ്പായിട്ടാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ പടുത എല്ലാവരും കൂടിയിട്ട് എല്ലാ ഏരിയയിലേക്കും വലിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് കറക്റ്റായിട്ട് കിട്ടണം സെൻറ്റർ ഭാഗം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും ഭാഗം കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം നിൽക്കുന്ന സമയത്തും പടുത മറിയാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി പുറത്തേക്ക് വന്നിട്ട് മടക്കി വെച്ചതിൻ്റെ അടുത്ത് ഇതെങ്ങനെയാണ് ഇവർ സൈഡിൽ ഫോൾഡ് ചെയ്യണമെന്നുള്ളത് നോക്കണം. ഒന്നെങ്കിൽ ചാക്ക് വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലും ചെയ്യാനുള്ള സെറ്റപ്പ് ആയിരിക്കും. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ആദ്യം എന്ത് ചെയ്യണം, ഇത് കറക്റ്റായിട്ട് ഒന്ന് വിരിച്ച് റെഡിയാക്കാനുണ്ട്. പടുത വിരിക്കുന്ന സമയത്ത് ചുളുക്കം മാക്സിമം ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ സുഹൃത്തുക്കൾ. അപ്പോൾ ഈ ഒരു കുളം നിർമ്മിച്ചതിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഒരു പ്ലോട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും പ്ലോട്ട് താഴ്ചയിലാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കുഴിയെടുക്കുന്ന സമയത്ത് എപ്പോഴും എന്ത് ചെയ്യണം, ഈ കുളവും തൊട്ടടുത്തുള്ള പ്ലോട്ടും കൂടി തമ്മിലുള്ള ആ ഒരു ബണ്ട് നമ്മൾ നല്ല രീതിയിൽ സെറ്റാക്കണം. അല്ലെങ്കിൽ മഴക്കാലത്തും മറ്റുള്ളൊക്കെ വെള്ളം കുത്തിയൊലിച്ച് വന്നിട്ട് നമ്മുടെ പോണ്ടിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് എപ്പോഴും ഒരു ബണ്ട് നമ്മൾ സെറ്റ് ചെയ്യണം. ആ ഒരു ബണ്ട് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഹൈറ്റിൽ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. ഈ ഒരു ടാങ്കിൻ്റെ ഓവർഫ്ലോ ആണ് ഇവിടെ സെറ്റാക്കി കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാങ്കിൽ ഓവറായിട്ട് വെള്ളം നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, വെള്ളമൊക്കെ പുറത്തേക്ക് പോയിക്കോളും. ഈ ഒരു കുളത്തിൻ്റെ സൈഡിലേക്ക് മടക്കി വെച്ചിട്ടുള്ള നമ്മുടെ പടുത ഉണ്ടല്ലോ, ആ പടുത ഇവിടെ ഫിക്സ് ചെയ്യുന്നത് മുകളിൽ ചാക്ക് വെച്ചിട്ടല്ല, മറിച്ച് ഈ ബണ്ട് ഉണ്ടല്ലോ, ഈ ബണ്ടിൻ്റെ സെൻറ്ററിൽ തന്നെ ചാല് കയറിയിട്ട് പടുത നേരിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ടിട്ടാണ് ഇവിടെ ഈ പടുത നിർത്തുന്നത്. അപ്പോൾ പടുത ഇനി അങ്ങോട്ട് മടങ്ങി തിരിച്ച് നമ്മളിപ്പോൾ വെള്ളം ലോഡാവുന്ന സമയത്തോ അല്ലെങ്കിൽ കാറ്റടിക്കുന്ന സമയത്തോ പടുത മറിഞ്ഞു വീഴാനുള്ള ചാൻസ് ഇല്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഇതിന് മുകളിലായിട്ട് കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ മണ്ണ് നിറച്ചുള്ള ചാക്കുകളൊക്കെ വെച്ച് കൊടുക്കാറുള്ളത്. പക്ഷെ അതിന് നേരെ വിപരീതമായിട്ട് വേറൊരു മെത്തേഡാണ് ഇവിടെ ചെയ്യുന്നത്. ഇതാകുമ്പോൾ വേറെ എക്സ്ട്രാ കോസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. സിമ്പിളായിട്ടൊരു കുഴി എടുത്തിട്ട് അതിലേക്ക് പടുത മടക്കി വെക്കുക, മണ്ണിട്ട് കൊടുക്കുക, ആ ഒരു മെത്തേഡ് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ സൈഡിലൊക്കെ അതുപോലെ തന്നെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ആ കുഴിയിലേക്ക് മടക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ മണ്ണ് എന്ത് ചെയ്യണം, ഇതിന് മുകളിലേക്ക് ഇടാനുള്ളതാണ്. അങ്ങനെ നമ്മുടെ ടാങ്കിൻ്റെ പണികളൊക്കെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. വെള്ളം നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ കുളത്തിലേക്ക് ഇറങ്ങാനും കയറാനും കുളത്തിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റെപ്പ് പോലെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം എത്ര ഏരിയയിലായിരിക്കും ഇപ്പോൾ ഈ ഒരു കുളം നിർമ്മിച്ചിട്ടുള്ളത്? ഏകദേശം 1.5 സെൻറ്റ് സ്ഥലത്തിന്.
ഈ കുളം നിർമ്മിക്കാൻ ആദ്യം എങ്ങനെ ആളുകളെ വിളിച്ചിട്ട് കുഴിയെടുപ്പിച്ചാണോ അതോ JCB ആണോ? JCBക്ക് ഒരു ദിവസം ഞങ്ങളാണ്ട് കുഴിച്ച് ബാക്കിയൊക്കെ ഞങ്ങൾ തന്നെയാണ് ബാക്കി ഇതൊക്കെ ചെയ്യുന്നത്. JCBക്ക് കുഴിയെടുത്ത് പിന്നെ സൈഡൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്ത്. ഇപ്രാവശ്യമാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. വരാൽ ഇറക്കണം എന്നാണ്. വരാൽ ഞങ്ങളുടെ അടുത്ത് വേറെ അവിടെ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുത്തിട്ട് ഇവിടുന്ന് സെയിലിനാണ് ഇത് ഈ കുളം കുഴിച്ചിരിക്കുന്നത്. ഇതിൽ കൊടുത്തിട്ട് ഇവിടുന്ന് സെയിൽ ചെയ്യാം. അപ്പോൾ ഇതല്ലാതെ വേറെ കുളത്തിൽ നിങ്ങൾ വരാൽ വളർത്തുന്നുണ്ട്? വളർത്തുന്നുണ്ട്. പെല്ലറ്റ് ഫീഡ് ഇട്ട് കൊടുത്ത് വളർത്തുന്ന നമ്മുടെ വരാലിനെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതിനുള്ള തീറ്റയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. പെല്ലറ്റ് ഫീഡ് കഴിക്കുന്ന വരാലിനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ സൈസ് എത്തിയിട്ടുള്ള വരാലിനെയാണ്. അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ സെയിലിനായിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഈ വലിയ കുളത്തിൽ നിന്ന് പിടിച്ചിട്ട് നമ്മളിപ്പോൾ പുതിയത് ഉണ്ടാക്കിയുള്ള കുളത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശം, സെയിലിന് വേണ്ടിയിട്ട്. വരാൽ പെല്ലറ്റ് ഫീഡ് എടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് കംപ്ലീറ്റ് വരാലാട്ടാ. 6 mm പെല്ലറ്റ് ഫീഡാണ് നമ്മളിപ്പോൾ വരാലിന് ഇവിടെ കൊടുക്കുന്നത്. ദിവസം ഒരു നേരം 1.5 കിലോൻ്റെ മേലെ അങ്ങനെ 3 നേരം വെച്ചിട്ട് കൊടുക്കുന്നല്ലേ. ഇപ്പോൾ ഈ തീറ്റയ്ക്ക് ഏകദേശം എത്ര വില ഉണ്ട് കിലോന്? 120 റുപ്യ കിലോന് വരുന്ന പെല്ലറ്റ് ഫീഡ് ഈ കാണുന്ന കുളത്തിലെ മീനുകൾക്ക് കൊടുക്കുന്നത് 3 നേരം വെച്ചിട്ടാണ്. അതും 1.5 കിലോ വെച്ചിട്ടൊക്കെ ദിവസം. അതുപോലെ തന്നെ ഒരു 1/2 കിലോൻ്റെ മുകളിൽ, അതും ചിലത് 1 കിലോന് അല്ലെങ്കിൽ 1 കിലോൻ്റെ മുകളിലേക്കൊക്കെ റേഞ്ച് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന വരാലാട്ട കാണുന്നത്. അപ്പോൾ ഈ വരാലിനൊക്കെ നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് പിടിച്ചിട്ട് അങ്ങോട്ട് മാറ്റുന്ന സമയത്ത് അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള വീഡിയോ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി നമ്മൾ വരാലിനെ തന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു കുളത്തിൻ്റെ അടുത്തേക്ക് പോകണം തീറ്റ കൊടുക്കാൻ. അപ്പോൾ ഈ കുളത്തിലുള്ളത് ചെറിയ സൈസാണെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞ കേട്ടോ. നമ്മൾ ആ ഒരു കുളത്തിലേക്കാണ് പോകുന്നത്. ഇവിടെയൊക്കെ ഇങ്ങനെ കവുങ്ങ് തോട്ടം അതുപോലെ തന്നെ വെറ്റില കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള തോട്ടമാണ് കാണുന്നത്. നമ്മൾ കുളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഒക്കെ നാച്ചുറൽ പോണ്ട് തന്നെയാണ് എന്ന് കരുതി പാടത്തിനോട് ചേർന്നുള്ള അത്തരത്തിലുള്ള നാച്ചുറൽ പോണ്ടല്ല. നമ്മൾ കുളിക്കാനൊക്കെ ഉപയോഗിക്കണം അങ്ങനത്തെ കുളങ്ങളുണ്ടല്ല, കല്ല് വെട്ടിയിട്ടുള്ള അതുപോലുള്ള സ്ഥലങ്ങളാണ്. ഇതാ നമ്മളിവിടെ എത്തിയ സമയത്ത് തന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചും കൂടി സൈസ് കുറവുള്ളൂ. അതായത് വേറെ ബാച്ചാണത്. നമ്മുടെ സുഹൃത്തുക്കളെ ഫാമിൽ നിന്നുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിച്ചത്. പടുതാക്കുളം നിർമ്മാണം നമ്മൾ കണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം വരാൽ പെല്ലറ്റ് ഫീഡ് ഇട്ട് കൊടുത്ത് വളർത്തുന്ന വരാലിനെ നമ്മൾ കണ്ട്. അപ്പോൾ വരാലിനൊക്കെ ഇനി അങ്ങോട്ട് മാറ്റാനുള്ളതാണ്, അതുപോലെ തന്നെ വരാൽ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇവരെ നമ്പർ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വരാൽ ആവശ്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും വരും ദിവസങ്ങളിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. നമ്മൾ കുളത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് വെള്ളം നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു കുളത്തിൽ വരാൽ വളർത്തുന്ന ഒരു കുളത്തിലെ മീൻ കംപ്ലീറ്റ് ഇവിടുന്ന് അങ്ങോട്ട് മാറ്റാനാണ് പ്ലാൻ ചെയ്യുന്നത്. അത് നമുക്ക് വരാലിനെ കുറിച്ചുള്ള വരാൽ കൃഷിയെക്കുറിച്ചുള്ള കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.